ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഒന്ന് ഡിസ്കസ് ചെയ്യാതെ കരുതുന്നു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾഫുൾ ഇൻസൈറ്റ് 9669 എന്ന മെയിൽ ഐ ഡി എന്നാണ് വന്നത്, യൂസർ നെയിം എന്നാണ്. ഹായ് മാം, DM ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ട്രിഗർ ആവുന്നില്ല, പെയിൻ വരുന്നില്ല എങ്കിൽ നമ്മൾ ബാലൻസ് ആയി എന്നാണോ കരുതേണ്ടത്? ചില സമയത്ത് നമുക്ക് അങ്ങനെ അവരുടെ എനർജി കിട്ടാത്ത സിറ്റുവേഷൻസ് വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ പോകുന്നവരാണെങ്കിൽ നമ്മൾ 3Dയിൽ എങ്ങനെയും ആയിക്കോട്ടെ 5Dയിൽ എപ്പോഴും കണക്റ്റഡ് ആണ്. നിങ്ങളുടെ എനർജിയും അവരുടെ എനർജി തമ്മിൽ ആ ബോണ്ട് ഒരിക്കലും ബ്രേക്ക്ഡ് അല്ല. ഇങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോഡ് എപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ എനർജി കിട്ടുന്നില്ല എന്ന് കരുതി 3Dയിൽ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല എന്ന് കരുതി 5Dയിൽ ചേഞ്ചസ് ഉണ്ട്. കാരണം ചില സമയത്ത് എനിക്കും ഇങ്ങനൊരു സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ബാലൻസ് ആയ പോലെ, പക്ഷെ നമ്മൾ ബാലൻസ് ആയ പോലെ എന്ന് ചിന്തിക്കുന്ന സമയത്ത് യൂണിവേഴ്സ് പല രീതിയിലും ട്രിഗേഴ്സ് തരും. അപ്പോൾ ആ ഒരു ട്രിഗർ വരുമ്പോൾ നമ്മൾ അതിലൊന്നും നമുക്ക് ട്രിഗർ തട്ടുന്നില്ല, അതൊന്നും ഏൽക്കുന്നില്ല. നമുക്ക് ഒരു ട്രിഗർ വരുമ്പോൾ നമുക്ക് ഡീപ്പർ കോറിൽ മനസ്സിലാവണം, യെസ് ഇതൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ്, എൻ്റെ കാർമിക് ഡെപ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കും. അല്ല ആ ഒരു ട്രിഗർ വന്നിട്ടും നിങ്ങൾ ഷാറ്റേർഡ് ആവുന്നുണ്ട്, ട്രിഗേർഡ് ആവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് ബാലൻസ്ഡിലല്ല. ചില സമയത്ത് അങ്ങനെയാണ്, അവരുടെ എനർജി കിട്ടാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. ഓക്കെ, അത് നോർമലാണ് കേട്ടോ. അപ്പോൾ ബാലൻസ് ആയി എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ കരുതേണ്ടത് എന്ന് പറയും. ബാലൻസ് ആയി എന്ന് ചിന്തിക്കാം, കാരണം ആ ഒരു പെയിൻ കുറച്ചൊക്കെ റിലീസായിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഷാഡോയിലേക്ക് നോക്കേണ്ട സിറ്റുവേഷൻസേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DM വളരെ ആമിയാണ്. എൻ്റെ DM ഭയങ്കരമായിട്ട് ട്രിഗർസ് തന്നു, ബ്ലോക്ക് ആക്കുന്നു. എനിക്കാണെങ്കിൽ ട്രോമ പോലെ ആവുന്നു. വാട്ട് ഐ ഡു? ഞാൻ ചേസ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഓക്കെ, ഇത് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നമ്മൾ ജേണിയിലാവുമ്പോൾ പല രീതിയിലും എനിക്കൊക്കെ അല്ലെങ്കിൽ ആദ്യം നമ്മൾ ബിഗിനർ സ്റ്റേജിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ട്രിഗർ അവർ ബ്ലോക്ക് ചെയ്ത് പോകുമ്പോൾ സെപ്പറേഷൻ തന്നെ വലിയൊരു ട്രിഗർ തന്നെയായിരിക്കും. അപ്പോൾ DM നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ ട്രിഗർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണി മാത്രമല്ല, നമ്മളുടെ അടുത്ത് വരുന്ന ഓരോ സോളുകൾ എന്താണോ കാണിക്കുന്നത് അത് നമ്മുടെ ഉള്ളിലത്തെ മിറർ റിഫ്ലക്ഷൻസ് ആണ്. അപ്പോൾ ഇവർ മിറർ സോൾസ് ആണല്ലോ. അപ്പോൾ നമ്മളുള്ളിലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. ബ്ലോക്ക് ആക്കുന്നുണ്ടെങ്കിൽ നമ്മളെയൊക്കെ പല സ്ഥലത്തും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫിസിക്കൽ നീഡ്, പക്ഷെ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നില്ല, ആവശ്യമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നില്ല, ടേക്ക് കെയർ ചെയ്യുന്നില്ല. എനിക്ക് കുറച്ച് സെൽഫ് ലവ് കുറവായിരുന്നു. എനിക്ക് എപ്പോഴും എൻ്റെ DM പറയാറുള്ളത്, എനിക്ക് സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് കുറവ്. കാരണം എന്നെ ഹേർട്ട് ചെയ്ത ആളുകൾ പിന്നെയും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എമ്പത്തി കാണിക്കാറുണ്ട്. ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് വളരെ കുറവ്. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്നെ കൂടുതൽ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിലെ ഓരോ കാര്യങ്ങൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടുതൽ ടേക്ക് കെയർ ചെയ്യാൻ, ഭംഗിയാക്കാനും, അല്ലെങ്കിൽ ശരീരത്തെ നോർമൽ, ഞാൻ പണ്ടൊക്കെ അധികം തടിയുണ്ടായിരുന്നില്ല. ഈ സെപ്പറേഷന് ശേഷം പെട്ടെന്ന് ഭയങ്കര വീർത്ത പോലെ ഫീൽ ചെയ്തു. അപ്പം ഞാൻ അതിലേക്ക് തിരിച്ചു വരണം. എൻ്റെ ഫേസ് യോഗ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ എനിക്ക് വാങ്ങിയുടെ കാര്യങ്ങൾ, ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ എൻ്റെ ഇന്നർ മാസ്കുലിൻസ് അവിടെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് മാസ്കുലിൻ സൈഡ്, നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുന്നു, ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നില്ല, ഞാൻ എൻ്റെ ഇൻറ്റ്യൂഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ ട്രിഗേഴ്സ് കുറഞ്ഞു വരും. അതുപോലെ തന്നെ അവർ മെല്ലെ ബ്ലോക്കിംഗ് സ്റ്റേജസ് മാറും. കാരണം നമ്മളെവിടെയോ ബ്ലോക്ക് ചെയ്യണം, നമ്മൾ നോക്കുന്നത് അവരെന്നെ ബ്ലോക്ക് ചെയ്തു. അവർ ബ്ലോക്ക് ചെയ്യാൻ കാരണം നമ്മളെവിടെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുക, നമ്മളെ കൂടുതൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചേസിങ്ങിൻ്റെ ആവശ്യം വരില്ല, നമുക്ക് പെയിനും വരില്ല. ഈ പെയിൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെയിനുണ്ട്, അത് റിലീസ് ചെയ്യാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ വെള്ളം കെട്ടിക്കിടന്ന പെരുക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ടേക്ക് കെയർ ചെയ്യുക, ഗ്രൗണ്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ചെയ്യുക, സോൾട്ട് ബാത്ത് എടുക്കുക. നിങ്ങളെങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷമം വരും, കാരണം നമ്മൾ സെയിം സോളല്ലേ, നമുക്ക് ആ ഒരു പെയിൻ വരും.
സോൾ ഷോക്കാണ്. ആ ഷോക്കിലാണ് നമുക്ക് ഒരുപാട് ഹീലിങ്സ്, ഒരുപാട് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ മാറിപ്പോകുന്നതും ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ തുടങ്ങുന്നത് കേട്ടോ. ട്രോമ പോലെ ഉണ്ടായിരിക്കും. ആ ട്രോമ നമുക്ക് മനസ്സിലായി അത് തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. എന്താണ് എന്നെ ട്രോമയിലേക്ക് ഇപ്പോൾ അവർ മെസ്സേജ് ചെയ്യുന്നില്ല, അവിടെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അവർ മെസ്സേജ് അയച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്നെ ടേക്ക് കെയർ ചെയ്യാം, ഒരാളില്ലെങ്കിൽ എനിക്ക് ജീവിച്ചുകൂടെ. ഞാൻ ഒറ്റയ്ക്ക് മരണപ്പെട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഒരാളെ അറ്റാച്ച്ഡായി കിടക്കുന്നത്? അപ്പോൾ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസാണ്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് റിലീസ് ചെയ്യുക, ഡിറ്റാച്ച്ഡ് ആവുക. അബാൻഡൻമെൻറ്റ്, അവർ നമ്മൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ എവിടേക്കോ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് ഞാൻ എന്നെ റിജക്റ്റ് ചെയ്യുന്നത്? ഞാൻ ആരൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് തേടുന്നത്? എനിക്കൊരു സപ്പോർട്ട് വേണം. എന്തിനാണ് നമുക്ക് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഉള്ളിൽ റൂട്ട് ചക്ര ഉണ്ട്, അതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ ഒരുപാട് ഹീൽ ചെയ്യാനുണ്ട് കേട്ടോ. ഹീൽ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, ഞാനിത് പറയേണ്ടത് കേട്ടിട്ട് ഇങ്ങനെ ഈഗോയിലൊന്നും ആവേണ്ട. നമ്മൾ വളരാൻ വേണ്ടിയിട്ട്, നമുക്ക് ഹീലാവാൻ വേണ്ടിയിട്ട്. കാരണം ഞാനൊക്കെ ഈ ജേണി വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. നമുക്ക് പിന്നെ ഒരുപാട് ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോരുത്തർ സിറ്റുവേഷൻസ് അറിയാം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവർ ഹീൽ ചെയ്യിപ്പിച്ചതെന്നൊക്കെ അറിയാം. അപ്പോൾ അതാണ് പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻസിലേക്കോ അല്ലെങ്കിൽ ഹീലിങ്ങിലേക്കോ ഫോക്കസ് ചെയ്യുക, നമ്മുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുക, സെൽഫ് ലവിലേക്ക് വരിക. ഓക്കെ, ആ ട്രോമയെ, വേദനയെ ഒരു ലെറ്റർ റൈറ്റിങ്ങൊക്കെ എഴുതി കത്തിച്ച് കളയാം, നന്നായിട്ട് ഗ്രൗണ്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ അശ്വതിയാണ്. അശ്വതി മോൾ 723. മാം, മോർണിംഗിൽ ചെയ്യുന്ന ഇന്നർ വർക്ക്. അത് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഈവനിങ് ചെയ്യുന്ന ഇന്നർ വർക്ക്സ് ശരിക്കും എന്താ ഞാൻ മനസ്സിലായ കാര്യം, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഹീലാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നർ വർക്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഔട്ടർ വർക്ക് എന്ന് പറയുന്നില്ല? ഇന്നർ വർക്ക് എന്ന് നമ്മുടെ ലൈഫിൽ ഒരു പ്രോപ്പറായിട്ട് ആ ഒരു ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ കൂടിപ്പോയി എന്ത് സംഭവിക്കുക? മരണം സംഭവിക്കുമായിരിക്കില്ല. അതിനപ്പുറം എന്ത് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ആൻഡ് ഡെത്ത് എന്ന് പറയുന്നത് എല്ലാവരുടെ അടുത്തേക്കും വരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ലൈഫിൽ എനിക്ക് ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ചെയ്യണം. എക്സ്പെക്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ വരുന്നത് ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള കാര്യം ക്ലിയർ ചെയ്യുക, ഹീൽ ചെയ്യാനുള്ള കാര്യം ഹീൽ ചെയ്യുക. നമ്മളധികം ഒന്നും പേഴ്സണലി എടുക്കാതിരിക്കും. നമ്മളൊരാൾ ചീത്ത പറഞ്ഞു, ഇൻസൾട്ട് ചെയ്തു, അതിനെ പ്രോപ്പറായിട്ട് എടുക്കാതിരിക്കുക. ഓക്കെ, അവർ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ എവിടേക്കോ ആ ഹീലിംഗ് ചെയ്യാനുണ്ട്, അപ്പോൾ അതിനങ്ങനെ ലീവ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ജേർണി വരുന്ന സമയത്ത്, ഇപ്പോൾ യൂട്യൂബൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നെഗറ്റീവ് കമൻസും കളിയാക്കലും കുറ്റപ്പെടുത്തലൊക്കെ വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ പേഴ്സണലി എടുക്കാറില്ല. കാരണം ഇത് സോൾ പർപ്പസാണ്. ഇവിടെ യൂണിവേഴ്സാണ് ഗൈഡ് ചെയ്യുന്നത് നമ്മളെ. അപ്പോൾ ഒരാൾക്ക് നമ്മൾ നിർത്തിക്കാൻ നോക്കാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ വീഡിയോസ് എടുത്തുകൊണ്ട് വേറെ ഇതിലൊക്കെ പോസ്റ്റ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ഇപ്പോൾ അതൊക്കെ മാറി. അങ്ങനെ പല രീതിയിൽ നമുക്ക് നെഗറ്റീവ് അറ്റാക്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് എന്നെ പറയുന്നത് ഞാൻ ഒന്നുകൂടി ഇരുന്ന് നോ തോട്ടിലൊക്കെ ചെയ്ത് കൂടുതൽ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യണം. എൻ്റെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ സിറ്റുവേഷൻസിൽ വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്, എന്നെ ഓർമ്മിപ്പിച്ച് തരുന്നത് കൂടുതൽ ഹീലിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഓത്തോട്ടിരിക്കും, കൂടുതൽ നേരം യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്യുക, ഹീൽ ചെയ്യുക, പോവുക. ഓക്കെ, ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അവർ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, നമുക്ക് ട്രിഗർ വരുന്നുണ്ടെങ്കിൽ ആ ട്രിഗർ നമ്മൾ ഹീൽ ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആവാൻ ശ്രമിക്കുക, എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അൺകണ്ടീഷണൽ ലവ്, സെൽഫ് ലവ് ആയിരിക്കും നമ്മുടെ റൈറ്റും ലെഫ്റ്റും പോലെ ബേസായിട്ട് 2 നാഡികൾ പോലെ വേണ്ടത്. പിങ്കള പിങ്കള നാഡികൾ പോലെ സെൽഫ് ലവ് ആൻഡ് അൺകണ്ടീഷണൽ, ഈ 2 കാര്യം ഉണ്ടെങ്കിൽ ലൈഫ് ഒരുപാട് സൂപ്പർബായിട്ട് ഇപ്പോൾ ബ്ലെസ്സിങ്സ് വരും. അതിന് കൂടെ എല്ലാവരോടും ഫോർഗിവ്നെസ് കൊടുക്കുക, നന്നായിട്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുക, ക്ഷമിക്കുക. ഫോർഗിവ്നെസ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റ് ബ്ലെസ്സിങ്സ്, ഗ്രേറ്റ് മിറാക്കിൾ എന്നാണ് പറയുക. കാരണം നമ്മൾ എത്രയും ഫോർഗീവ് ചെയ്യുന്നു അത്രയും നമ്മുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് കൂടി വരിക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ക്വസ്റ്റ്യൻസ് വന്നത്. ഇനിയും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എനിക്ക് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഇന്നർ വർക്കിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ ഇന്നർ വർക്കിൻ്റെ സീരീസായിട്ട് ഞാൻ പെയ്ഡ് സെഷൻസിലാണ് കൊടുക്കാറ്. കാരണം ഞാൻ മുന്നേക്ക് കുറച്ച് മെഡിറ്റേഷൻസ് പോസ്റ്റ് ചെയ്യും. പിന്നെ ഒരുപാട് പേര് കാണുന്നില്ല, കുറേ പേരൊക്കെ ഇതിനെ നല്ല രീതിയിൽ എടുക്കുന്നില്ല, അപ്പോൾ അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്നില്ല. അപ്പോൾ അത് അങ്ങനെ വെറുതെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വേണ്ടവർക്ക് അവർക്ക് കൊടുക്കാം. പെയ്ഡ് വയ്ക്കുമ്പോൾ അവരത് ചൂടോടെ ചെയ്യുന്നതുമാണ്. ഓക്കെ, അപ്പോൾ പെയ്ഡ് സെഷൻസിലാണ് കേട്ടോ ഇതൊക്കെ.
പിന്നെ ക്വസ്റ്റ്യൻസ് ഡി എമ്മിൻ്റെ എവേക്കണിങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഡി എഫ് എവേക്കണിങ് ആയിട്ടുള്ള സ്റ്റേജസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് സമയം കുറച്ചൊന്ന് കുറവാണിപ്പോൾ, അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വിട്ട് പോകുന്നത്, ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ഞാനിങ്ങനെ സമയം കിട്ടുമ്പോൾ റൈറ്റ് ടൈമിലാവുമ്പോൾ നമുക്ക് ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്യാനോ കുറച്ചൊക്കെ. എനിക്ക് തോന്നുന്നു 1000 വീഡിയോയുടെ അപ്പുറം ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിലൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡി എമ്മിൻ്റെ സൈഡ്, സയൻസ്, അങ്ങനെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഡോക്ടർ ശ്രീ 1111, അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് വിസ്റ്റംസും നോളജസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, പോസ്റ്റായിട്ടും കാര്യങ്ങളൊക്കെ, അപ്ഡേറ്റ്സൊക്കെ. പിന്നെ 369 പോർട്ടൽസൊക്കെ ആയിരുന്നു. മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അത്രയും നിങ്ങൾക്ക് ഹീലിങ്സും കാര്യങ്ങളും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നാളെയും മറ്റന്നൊക്കെയാണ് നിങ്ങൾക്ക് ഈ എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പോഴാണ് കാണുന്നതെങ്കിൽ അപ്പോൾ തൊട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹീലിങ്സ്, എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. പെയ്ഡ് സെഷൻസാണ്. അതുപോലെ കോഡ് കട്ടിങ്സ്, കോഡ് മെൽറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ ഒക്കെ പെയ്ഡ് സെഷൻസാണ്. ആകാശിൻ്റെ കോഴ്സ് പോയി ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഹീലിംഗ്, ലൈഫ് പർപ്പസ് അറിയുന്നില്ല, ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കാൻ ടാരോ റീഡിങ്സ് ഉണ്ട്. ആകാശിൻ്റെ കോഴ്സ് വഴി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീലിങ്സ് വഴിയൊക്കെ നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് എത്തിക്കുന്നു. അഡ്വാൻസ്ഡ് കോഴ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് നിർത്തുകയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ലൈവായിട്ടോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും മെഡിറ്റേഷൻസൊക്കെ നിങ്ങൾ ചുമ്മാ കേട്ട് കളയാതെ ഹീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ മാക്സിമം മെയിനായിട്ട് എല്ലാ സ്പിരിച്വൽ കാര്യങ്ങളും പറയുന്നത് വൺനെസ്സാണ്. ഡ്യുവാലിറ്റിയിൽ നിന്ന് ഒന്നിലേക്ക്, രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് വരിക. നിങ്ങൾ ഈ മാസ്കുലിനെ പുറത്ത് അന്വേഷിക്കുമ്പോഴാണ് ഇത്രയും ഇഷ്യൂസ് വരുന്നത്. അവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിൽ ബോധ്യം വരുമ്പോൾ നിങ്ങൾ ഭയങ്കര കണ്ടൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവില്ല. ഇനി ഒരു മാരീഡ് ആണെങ്കിലും കുട്ടികളായാലും എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മാസ്കുലിൻ പുറത്തല്ല, നിങ്ങളുടെ ഫാമിലിന് പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു എനർജി ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭയം ഉണ്ടാവില്ല, കണ്ടൻ്റ് ആയിരിക്കും നിങ്ങൾ. ആ ഒരു കണ്ടൻറ് സ്റ്റേറ്റിലേക്ക് എത്തിപ്പെടാൻ ഒരു 3-4 കൊല്ലെങ്കിലും ഒരു ഇന്നോവൊക്കെ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ട്രിഗേഴ്സ് വരും. അപ്പോൾ നമ്മളപ്പോൾ ഈ 3Dയിൽ കൊണ്ടുവിടും, മനസ്സിലായി. അപ്പോൾ ആ ഇന്നോവൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് ആ പ്രോപ്പർ സ്റ്റേജിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ഒരു ഫ്രീ ഫ്ലോട്ടിങ് ലീഫോ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെയൊക്കെ പോകാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.